7-ാം തീയതി എടുത്ത സാക്ഷ്യമാണ്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കരുത്. മഞ്ജു വർഗീസ് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മഞ്ജു വർഗീസ് പറഞ്ഞ ഇതാണ്, എനിക്ക് ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ദൈവമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ അവസാനിപ്പിച്ചെന്ന്. എനിക്ക് പണ്ട് മുതലുള്ളൊരു കുഴപ്പമാണ്. എന്താ കാര്യം? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവമായിട്ട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്താ തർക്കിക്കണത്? ഞാനല്ലേ ഇങ്ങനെ ഉപവസിക്കണത്? എന്റെ അനിയത്തി ഉപവസിക്കണില്ല, അവളുടെ കാര്യമെല്ലാം നടക്കണുണ്ടല്ല. മനസ്സിലായില്ലേ? കാര്യം ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാലേ ചേട്ടത്തി അനിയത്തിയും ഇപ്പൊ ആ ചേട്ടത്തി പോയി അവള് 10ാം ക്ലാസ് ചിലപ്പോ തോറ്റുപോകും, ചിലപ്പോ ജയിക്കും. അവളുടെ കാലത്ത് അപ്പന് അസുഖം ഉണ്ടാകും. പക്ഷെ തന്നെ അവളുടെ അപ്പന്റെ കാര്യം അമ്മയുടെ കാര്യം നോക്കുമ്പോ അനിയത്തി ഒന്നും അറിയാതെ പഠിച്ചു പോകും. അവൾക്ക് റാങ്ക് കിട്ടും, അവൾക്ക് ഉദ്യോഗം കിട്ടും, അവൾക്ക് ലവ് അഫയർ കിട്ടും. ചേട്ടത്തേക്കാൾ നേരത്തെ അവൾക്ക് ജോലിയും കിട്ടി, അവള് കല്യാണം കഴിച്ച് അവളെ പ്രസവിക്കുകയും ചെയ്തു. പോരെ? പക്ഷെ അനിയത്തി അപ്പോഴും ഒരിടം പരവില്ലാതെ നിൽക്കും. ഞാനാണല്ലോ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നത്, നിനക്ക് വേണ്ടി ഞാനാണല്ലോ എൻ്റെ അപ്പനെ നോക്കിയത്. എൻ്റെ അനിയത്തി നോക്കിയില്ലല്ലോ അപ്പനെ, എൻ്റെ ആങ്ങളെ ശ്രദ്ധിച്ചില്ലല്ല. അവനൊക്കെ ഇപ്പോഴല്ല കയറി വന്നത്. അവരൊക്കെ വീട് വെക്കാൻ നോക്കി, ആരുമായിട്ട് കല്യാണം ഒത്തു വന്നപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പന്റെ സ്വത്ത് മേടിക്കാൻ വേണ്ടി ഇപ്പോഴല്ലേ അപ്പനെ നോക്കാൻ വന്നത്. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങള് ദൈവത്തോട്. എൻ്റെ മക്കളെ ഓർക്കുക, ദൈവമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കണതല്ല. നിങ്ങൾ ഈ ജീവിതം ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് അവസാനിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, അനിയത്തിടെ കിട്ടി, അയൽവാസി കിട്ടി, നമ്മൾ ദൈവത്തിനെ കഴുത്തേക്കാളുള്ളത്. മിണ്ടാതിരിക്കണം, മിണ്ടാതിരിക്കണം. അതായത് നമ്മുടെ നിശബ്ദതയാണ് നമ്മുടെ നിയോഗം. ഇന്നലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു. ഇതൊക്കെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ ഇന്നലെ അമ്മ പറയിപ്പിച്ചില്ല. അത് ഇന്നലെ പറയാനുള്ളതല്ല, ഇന്ന് പറയാനുള്ളതാണെന്നാ പറയുന്നത്. കാര്യം ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൂഷെ എന്ന് പറഞ്ഞൊരു വൈദികനൊക്കെ ആ പേര് പോലും അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞ ക്രൂഷെ ഒരു ഫോറിൻ വൈദികനാണ്. അർത്തിങ്ക പോലുള്ളൊരു ബസിലിക്കയുടെ അരികില് ആ അകത്ത് നിന്നുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയാണ്. അർത്തിങ്ക പോലൊക്കെ എനിക്ക് തോന്നിയതാണ്, ഒരു ബസിലിക്കയാണ് സംഭവം, ഒഫീഷ്യൽ ചർച്ചാണ്. അപ്പൊ ഈ ക്രൂഷെ എന്ന് പറയുന്ന ഒരു വൈദികൻ പണ്ടൊരു സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമി ആയിട്ടുള്ള ഒരു വൈദികൻ ഈ ബസിലിക്ക സന്ദർശിക്കാൻ വന്ന സ്വപ്നമാണേ. ഇന്നലെ 5:20 സ്വപ്നമാണ്. ഇന്നലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ. ഇപ്പൊ സ്വർഗത്തിന്റെ ഒരു മെസ്സേജാണ് വരണത്. അപ്പൊ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റതാണ്, അല്ല 4 മണിക്ക് എഴുന്നേറ്റതാണ്. പിന്നെ ശരീരം തളർന്ന കാരണം പോയി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ സ്വപ്നം വന്നത്. അപ്പൊ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രൂഷയുടെ ഒരു പിൻഗാമിയായിട്ടുള്ള അച്ഛനുമായിട്ട് ഞാൻ അച്ഛന് ഇന്ന് കുർബാന അർപ്പിക്കണം, അച്ഛനാണ് കുർബാന അർപ്പിക്കണത്. അപ്പോഴ് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയ്ക്ക് പിതാനും പുത്രനും പറഞ്ഞപ്പോഴ് ഞാൻ ഉടനെ ബൈക്ക് എടുത്തിട്ട് ഈ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് ക്രൂഷ അച്ഛന്റെ പിൻഗാമി ആയിട്ടുള്ള അച്ഛനാണ്. ഈ അച്ഛൻ ക്രൂഷ അച്ഛൻ ചെയ്തിരിക്കണത്, അതായത് ഇന്റൻഷൻസ്, സൈലൻസ് ആൻഡ് ഇന്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. സൈലൻസ് ആൻഡ് ഇന്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ആക്കിയിട്ടില്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സൈലൻസ് ഓഫ് ഇന്റൻഷൻസ്. അപ്പൊ എനിക്കറിയത്തില്ല ഈ മെസ്സേജ്. അപ്പൊ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ സന്യാസ സഭയുടെ ലക്ഷ്യം എന്ന് പറയണത് സൈലൻസ് ആസ് ഇന്റൻഷൻസ്, സൈലൻസ് തന്നെയാണ് നിയോഗമെന്നാണ്. അപ്പോഴും അച്ഛൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ വെളിപാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പിന്നീട് ഞാൻ പറഞ്ഞു സൈലൻസ് ഇന്റൻഷൻസ് ആണ്, സൈലൻസ്ഡ് ഇന്റൻഷൻസ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നിശബ്ദമാക്കപ്പെട്ട നിയോഗങ്ങളുടെ സന്യാസ സഭ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ അച്ഛൻ നോ പറഞ്ഞു. പിന്നീട് ഞാൻ തിരുത്തി പറഞ്ഞു, അതായത് അപരിചിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ ഒരു വ്യക്തി കൈവരിക്കുന്ന മൗനത്തിന്റെ സമർപ്പണ ജീവിതം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഓക്കെയായി. ഞാൻ അതുപോലെ തന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വിഷയം വേറെയാണ്, വേറെ ചാനലിൽ കയറി വരികയാണെന്ന് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ നോട്ട് ബുക്ക് മൊത്തം എഴുതി വെച്ചത്, ഇത് മുഴുവൻ ഒപ്പിട്ട്, ഡേറ്റ് ഇട്ട് ഒപ്പിട്ട്, ടൈം ഇട്ട് ഒപ്പിട്ട് കളഞ്ഞു. കാരണം എൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും കാലത്ത് ഈ സ്വപ്നത്തെക്കുറിച്ച് സഭ പഠിക്കണ കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. അത് ഡോക്യുമെന്റ് ആണ്, അത് ഡോക്യുമെന്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ അനേകം നിയോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നിയോഗങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവമായിട്ട് ഉടനെ ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. അതാണ് അവള് പറയണത്, ഞാൻ ദൈവത്തുമായിട്ട് ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. പക്ഷെ എന്താ പ്രശ്നം? അതായത് നിങ്ങൾ ഒരു നല്ല ചൈതന്യമുള്ള വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും?
നിങ്ങൾ ദൈവമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല. അതാണ് ഇവള് പറയണത്. ആര്? മഞ്ജു വർഗീസ് പറയണത്.